ഇപ്പം ഗബ്രിയുടെ ഈ ആഴ്ചത്തെ പുറത്താകലിന് പിന്നിൽ 2 VIP-കളാണ്. ഒന്ന് ശരിക്കുള്ള VIP ആയ പ്രേക്ഷകർ. പക്ഷേ ആ പ്രേക്ഷകർ മാത്രം വിചാരിച്ചാൽ ഗബ്രി പുറത്താകില്ലായിരുന്നു. അതിൻ്റെ കൂടെ അഖിൽ മാരാറുണ്ടാക്കിയ വിവാദങ്ങൾ ഈ ഗബ്രിയുടെ പുറത്താകലിന് ആക്കം കൂട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഈ ജാസ്മിനും ഗബ്രിയുടെയും ഈ ലവ് ട്രാക്കിനൊക്കെ ഈ ബിഗ് ബോസിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക പരിഗണനയും സംരക്ഷണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഗബ്രിക്കും അതിൽ കുറച്ച് ആത്മവിശ്വാസം കൂടിയുണ്ടായിരുന്നു. എന്നെയൊന്നും അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പുറത്താക്കില്ല, അതായത് ഈ ലവ് കോംബോ അവരുടെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്നത്. അപ്പോൾ അവർ ടോപ്പ് 5 അല്ലെങ്കിൽ ഒരു ടോപ്പ് 7, 8 വരെയെങ്കിലും അവർ പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഗബ്രി പവർ റൂമിൽ നിന്ന് ചാടി പുറത്തേക്ക് വന്ന് ഈ വോട്ടിങ്ങിൽ നിന്നത്. പക്ഷേ പുറത്ത് അഖിൽ മാരാർ ഉണ്ടാക്കിയ വലിയ വിവാദമൊന്നും ഗബ്രി അറിയുന്നില്ല. അതായത് പ്രേക്ഷക നിലപാടിനോ തീരുമാനമോ പിന്തുണയോ ഒന്നും നോക്കാതെയാണ് ഈ ഷോ നടത്തുന്നത്, പ്രേക്ഷകരെ കഴുതകളാക്കുന്ന ഷോ ആയിട്ട് മാറുകയാണെന്നുള്ള രീതിയിലൊക്കെ അഖിൽ മാരാർ അവിടെ ആഞ്ഞടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് ടീമിന് തന്നെ ഇപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ പ്രേക്ഷകർക്കെതിരെ തിരിയാൻ പാടില്ല, തിരിഞ്ഞാൽ പിന്നെയും ഈ ഷോയ്ക്ക് അത് അടിയാവും. അതുകൊണ്ട് അവർ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ഗബ്രി ഏറ്റവും പുറകിലാണ് വോട്ടിങ്ങിൽ. അപ്പോൾ ഗബ്രിയെ പുറത്താക്കേണ്ടി വന്നു. ഇപ്പോൾ ഇങ്ങനത്തെ അഖിൽ മാരാർ ആ വിവാദം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഗബ്രി ഉറപ്പായും ഒരു ടോപ്പ് 6-ന്റെ അടുത്ത് വരെയെങ്കിലും ലാസ്റ്റ് 10 ദിവസത്തിലേക്ക് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് വന്നതിനെ. ഈ ഒരു വേർപാടൊക്കെ ലാസ്റ്റ് 10 ഡേയ്സിലൊക്കെ കാണാൻ സാധിക്കുകയുള്ളായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ജിൻഡോയും ഈ ഗബ്രീനെ ശരിക്കും തുടക്കം മുതൽ തന്നെ എക്സ്പോസ് ചെയ്തായിരുന്നു. അവർ ഓൾറെഡി നേരത്തെ ജാസ്മിനും ഗബ്രിയൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വന്നതാണെന്നൊക്കെ ജിൻഡോ അവിടെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തായിരുന്നു. അതോടുകൂടിയാണ് ഗബ്രിയുടെയൊക്കെ ആ ഇമേജിന്, ആ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റത്. അതോടുകൂടി പ്രേക്ഷകർ ഗബ്രീനെ ഒട്ടും ഇഷ്ടമില്ലാതായി. പിന്നെ അതിൽ നിന്ന് കരകയറാൻ ഒരിക്കലും ഗബ്രിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പം അതുമാത്രമല്ല അൻസിബ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു വലിയ പിന്തുണ, ജനപിന്തുണ, അത് ഗബ്രി ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. അതായത് ജിൻഡോയുടെ ഫാൻസും പിന്നെ പ്രേക്ഷകരും ഈ ജാസ്മിനെ വെല്ലുവിളിച്ച് അൻസിബയും രംഗത്ത് വന്നതോടുകൂടി കുറേ ജനങ്ങൾ അൻസിബയ്ക്ക് സപ്പോർട്ടായി വന്നു എന്നുള്ളതും ഗബ്രിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അൻസിബയുടെ മുന്നേറ്റവും ഈ ഗബ്രിയുടെ പുറത്താകലിന് ഒരു വലിയ കാരണമാണ്. അപ്പോൾ വോട്ടിങ്ങിൽ പ്രേക്ഷകർ കൈവിടുകയും പിന്നെ അഖിൽ മാരാറുണ്ടാക്കിയ വിവാദവും സിബിൻ്റെ ആ പുറത്താകലും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഈ ബിഗ് ബോസ് ടീമിനും ഈ ഗബ്രിയെ കൈവിടേണ്ടി വന്നു. ഈ സമ്മർദ്ദത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമുടക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം.